standing with me, my sister, all the Congress workers, UPI workers and leaders and brothers and sisters. Thank you for coming in such sweet week. സഹോദരി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെയും UDF-ന്റെയും ദരിദ്രരായ പ്രവർത്തകരുടെ എല്ലാവരും ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യുകയാണ്. I came to Wayanad 5 years ago and I was new to the constituency. You elected me as your member of parliament and immediately you made me part of your family. 5 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് പുതിയൊരാളായിരുന്നു. ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. നിങ്ങളെ നിങ്ങളുടെ പാർലമെന്റ് മെമ്പറായി തെരഞ്ഞെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ അംഗമായി എന്നെ തെരഞ്ഞെടുത്തു. I don't say that lightly. It's not just a political speech I'm making. I was really embraced by the people of Wayanad. Regardless of which party they came from, regardless of which community they came from, regardless of how old they were, every single person in Wayanad gave me love, affection, respect, and treated me as one of them. ജാതിപര ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഓരോ വയനാട്ടുകാരനും അവരുടെ സ്നേഹവും അവരുടെ ഏറ്റവും വലിയ അടുപ്പവും കാണിച്ചുകൊണ്ട് എന്നെ ഹൃദയത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ് സത്യം. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രസംഗം നടത്തുകയല്ല, എന്റെ ഹൃദയത്തിൽ നിന്നെടുക്കുന്ന വാക്കുകൾ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. When I first came here, immediately after I arrived, there was a massive flood, and lots of people lost their family members, lost their houses, lost their property. And I was really shocked by one thing I noticed about the people of Wayanad. ഞാൻ MP ആയതിനു ശേഷം വളരെ പെട്ടെന്നുണ്ടായ ഏറ്റവും വലിയ ദുരന്തം അതിദാരുണമായ പ്രളയമായിരുന്നു. ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അവിടെ എല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്നതിൽ മനസ്സിലാക്കാൻ സാധിച്ചത് വയനാട്ടുകാരുടെ ഒരുമയും ഐക്യവുമായിരുന്നു നേടുന്നത്. Because even after meeting hundreds and hundreds and hundreds of people who had suffered a huge tragedy, who had lost their father, brother, sister, mother, had lost their homes. I remember there was one big area where the entire village had got demolished and there were still bodies under the mud. Has lost their sense of self-respect for dignity. അവരെല്ലാവരും മാത്രമല്ല, ഒരു പ്രദേശത്ത് ഞാൻ കടന്നു ചെന്നപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ആകമാനം മണ്ണിലടിയിലായ സാഹചര്യം വളരെയേറെ വേദനിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ ഈ ദുരന്തപൂർണമായ സാഹചര്യത്തിലും ഞാൻ കണ്ട ഒറ്റ വയനാടുകാരനും അവരുടെ ആത്മാഭിമാനവും അവരുടെ അന്തസ്സും കളഞ്ഞു പിടിക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. When a tragedy happens,
It is natural for people to be angry. But what was surprising to me, a huge tragedy had taken place here. Hundreds of people had died. Houses have been demolished. But I did not find one person in Wayanad who was angry and blaming anybody else. But they never let that fear, that sorrow to become anger or hatred towards anybody. അവർക്ക് പ്രയാസമുണ്ടായിട്ടുണ്ടാവും, ദുഃഖങ്ങളുണ്ടായിട്ടുണ്ടാവും. ആ പ്രയാസങ്ങളിലും ദുഃഖങ്ങളെല്ലാം അവർ വീടുകളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരത് പുറത്ത് പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. I spoke about tragedy, but then you also showed me the brilliance of the people of Wayanad. വയനാട്ടിലെ ജനങ്ങളുടെ അതിശക്തമായിട്ടുള്ള ഒരു വിവേകവും ബുദ്ധിശക്തിയും നിങ്ങളെ കാണിക്കുകയുണ്ടായി. I am like Venugopal is translating my speech. He's experienced. He's done thousands of speeches. So obviously in translation he will not be nervous. ഞാൻ സാധാരണ പ്രസംഗിക്കാനുള്ള ഒരാളായതുകൊണ്ട് പ്രസംഗമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വികാരപരമായി എടുക്കുന്നില്ല എന്ന് ചിലപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വികാരപ്രകടനം നടത്തേണ്ട കാര്യമുണ്ടാവില്ല. But don't underestimate how difficult this job of translating in front of a crowd is for a new person. പക്ഷേ ഒരു പുതിയ ആള് ഈ ജനക്കൂട്ടത്തിന് മുമ്പിൽ തർജ്ജമ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വികാര വിക്ഷോഭങ്ങളെ കുറിച്ച് നിങ്ങൾ വില കുറച്ച് കാണിക്കുന്നത്. It's difficult for full-grown men to do a translation in front of 5,000 people, 10,000 people, but the children, the little girls of Wayanad have no problem translating my speech. ഒരു മുതിർന്ന ആൾക്ക് പോലും ഇത്രയും വലിയ ജനക്കൂട്ടം ഉണ്ടായാൽ തർജ്ജമ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എന്റെ മുന്നിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ അനായാസേന തർജ്ജമ ചെയ്യുന്ന കാര്യം നാം കാണുകയുണ്ടായി. So, like we do from all families, I have received love and affection. I have learned so much from my brothers, my sisters. It has been an honor for me to be your member of parliament. പ്രിയപ്പെട്ട സഹോദരി ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ പാർലമെന്റ് അംഗമാകുന്നത് എന്നത് ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. I don't treat you and think of you like an electorate. I treat you and think of you the same way I think of my little sister Priyanka over here. ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ എന്റെ കൊച്ചു സഹോദരി പ്രിയങ്ക ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് In the houses of Wayanad, I have sisters, I have mothers, I have fathers, I have brothers, and I thank you from the bottom of my heart for that. എനിക്ക് പ്രിയങ്കയുള്ളതുപോലെ തന്നെ വയനാട്ടിലെ ഓരോ വീടുകളിലും എനിക്ക് സഹോദരനും സഹോദരിയും ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് സന്തോഷമുണ്ട്. അതിലെനിക്ക് അഭിമാനവുമുണ്ട്. എന്റെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ അത് പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. At the same time, there are big issues that the people of Wayanad face. അതേ സമയത്ത് വയനാട് ചില സുപ്രധാനമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. Just a few days back,
I visited Wayanad when a tragedy had happened. Wild elephant had killed people in the constituency. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാട് There is the night road issue. There is the medical college issue. ഇവിടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, രാത്രി യാത്രാ നിരോധന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വയനാടിന് പൂർണ്ണ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം ഉണ്ട്. Is a fight that all the people of Wayanad agree on, and I in this fight. The government on the medical college, but unfortunately they have not moved forward. There is a government in Delhi, and when we get a government in Kerala, both of which we will do, we will resolve these issues. ഞാൻ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിലും ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. പക്ഷേ അവർ ചെയ്യിക്കേണ്ടില്ല. പക്ഷെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, കേന്ദ്രത്തിൽ നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ At the same time, as I said, all the people of Wayanad, regardless of whether you are from the UDF or from the LDF, I have a relationship with you. You all, we might disagree on our ideology, that we have a tremendous relationship with you. UDF-ലെ പ്രവർത്തകരാവട്ടെ LDF-ലെ പ്രവർത്തകരാവട്ടെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്. രാഷ്ട്രീയപരമായ മറ്റു കാര്യങ്ങൾ ഒന്നിച്ചു പോകേണ്ടവരാണ്. എനിക്ക് അവരോട് സ്നേഹമുണ്ട്. It is a honor for me to be your member of parliament. വീണ്ടും പറയാൻ നിങ്ങളുടെ പാർലമെന്റ് അംഗമാകാൻ വലിയ ബഹുമതിയാണ്. And the last 5 years with you, meeting you, listening to you, working with you, have taught me a huge amount. നിങ്ങളോട് സംസാരിച്ചുകൊണ്ട്, നിങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. So I would like to thank all my family members from the bottom of my heart for making the last 5 years such a wonderful experience for me. എന്റെ പ്രിയപ്പെട്ട വയനാട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ധന്യമാക്കി തന്നതിന് To resolving the 2 or 3 critical issues for the people of Wayanad. The smallest thing that you need is in the Lok Sabha, I am always ready to bring the attention of the nation and the world on the people of Wayanad.